friends, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ revisiting irrational numbers എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് irrational നമ്പറിൻ്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാണ്, അതായത് പ്രൂവിങ് ഇറാഷണാലിറ്റി ഓഫ് irrational numbers. അപ്പോൾ നമുക്കറിയാം റാഷണൽ നമ്പേഴ്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് p by q where q is not equal to 0. p and q are integers. Irrational numbers is not equal to p by q form and q is not equal to 0. ഇവിടെ p and q are integers. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് p by q ഫോമിലാണെന്നും q is not equal to 0 എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് p by q ഫോമിലുള്ളതല്ല, q is not equal to 0 ആണ്. ക്യൂവും പിയും ഇൻറ്റിജേഴ്സും ആണ് അതിലും. അത് നമ്മൾ റിയൽ നമ്പേഴ്സിൽ ഡെസിമൽ നമ്പേഴ്സും ഉണ്ട്, വിത്തൗട്ട് ഡെസിമൽ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ വിത്തൗട്ട് ഡെസിമൽ നമ്പേഴ്സിൽ വരുന്നതൊക്കെയാണ് ഇൻറ്റിജേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്. ഇതൊക്കെ വിത്തൗട്ട് ഡെസിമൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഇനി ഡെസിമൽ പോയിന്റിൽ വരുന്ന, അതായത് ഇപ്പോൾ 1.23 ഡെസിമൽ നമ്പർ ആണല്ലോ. ഇവിടെ 23 ഉണ്ട്, 23 കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന നമ്പേഴ്സാണ് ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്. ഇനി 1.232323 എക്സെട്ര 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 അത് സ്റ്റോപ്പ് ആകുന്നില്ല. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സിന് സ്റ്റോപ്പ് ആവാതിരിക്കുന്ന നമ്പേഴ്സിനാണ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ റിപ്പീറ്റിങ്ങും ഉണ്ട്. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് നമ്പേഴ്സാണിത്. ഇനി 1.23456 എക്സെട്ര എക്സെട്ര അങ്ങനെ പോകുമ്പോൾ ഇതേതാ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്, റിപ്പീറ്റിങ്ങും ഇല്ല ടെർമിനേറ്റിങ്ങും ഉണ്ട്. സോ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ ടെർമിനേറ്റിങ്ങും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ഏതാ? റാഷണൽ നമ്പേഴ്സാണ്, p by q ഫോമിലുള്ളതാണ്. ഇനി നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് നമ്പർ ഏതാ? ഇറാഷണൽ നമ്പറാണ്. ഓക്കെ, ഇനി ഇറാഷണൽ നമ്പറിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 1.10011100 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു നമ്പർ, ഇത് ഇറാഷണൽ നമ്പറാണ്. ബിക്കോസ് ഇത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ്. പിന്നെ √2, √3, √5 പിന്നെ റൂട്ട് ഓഫ് എനി പ്രൈം നമ്പേഴ്സ് ആൾസോ ഇറാഷണൽ നമ്പേഴ്സാണ്. ഇനി റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ആഡ് ചെയ്താൽ നമുക്ക് ഇറാഷണൽ നമ്പറാണ് കിട്ടുക. റാഷണൽ നമ്പർ മൈനസ് ഇറാഷണൽ നമ്പർ നമുക്ക് ഇറാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. ഇറാഷണൽ നമ്പർ മൈനസ് റേഷണൽ നമ്പർ ഈക്വൽ ടു അതും ഇറാഷണൽ നമ്പർ തന്നെ കിട്ടുക. റേഷണൽ നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ നമുക്ക് എന്ത് കിട്ടാം? ഇറാഷണൽ നമ്പർ കിട്ടും. ഇറാഷണൽ നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ നമുക്ക് എന്ത് കിട്ടും? ഇറാഷണൽ നമ്പർ ഓർ റേഷണൽ നമ്പർ കിട്ടും. അതായത് ഇപ്പോൾ √3 ഇൻറ്റു √3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ഈസ് എ റേഷണൽ നമ്പർ. √3 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √115. അപ്പോൾ ഇതെന്താ? റേഷണൽ നമ്പർ. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം? റാഷണൽ നമ്പർ പ്ലസ് ഇറാഷണൽ നമ്പർ നോക്കാം. 2 + √2 അതേതാ? റേഷണൽ നമ്പർ ആണല്ലോ. അങ്ങനെ റാഷണൽ നമ്പർ മൈനസ് ഇറാഷണൽ നമ്പർ ഈക്വൽ ടു ഇറാഷണൽ നമ്പർ, അത് 2 - √2. അങ്ങനെ തന്നെ ഇറാഷണൽ നമ്പർ മൈനസ് റാഷണൽ നമ്പർ √3 - 2 അതും അങ്ങനെ തന്നെയാണ്. സോ ഇനി തിയറം 1.1 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് p ഈസ് പ്രൈം നമ്പർ p divides a square then p divides a also. It implies that 2 divides 100. അപ്പോൾ 2 divides 10 also. 10ൻ്റെ സ്ക്വയർ ആണല്ലോ 100. അപ്പം a സ്ക്വയറിന് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ that will also divide a എന്നാണ്. ഇനി നമുക്ക് തിയറം 1.4 നോക്കാം. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ റൂട്ട് ഓഫ് നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലോ ഇറാഷണൽ ആയിട്ട് കിട്ടുക. അതായത് റൂട്ട് ഓഫ് പ്രൈം നമ്പേഴ്സ് ഓൾവേസ് ഇറാഷണൽ. അതുകൂടാതെ √6, √10 അങ്ങനെ വരുന്നത് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ചെയ്യുമ്പോൾ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതൊക്കെ എന്താണ്? നോൺ പെർഫെക്റ്റ് സ്ക്വയർ. റൂട്ട് ഓഫ് നോൺ പെർഫെക്റ്റ് സ്ക്വയർ എന്താണ്? ഇറാഷണൽ നമ്പറാണ്. നമുക്ക് √2 വരാം. മെത്തഡ് ഓഫ് കോൺട്രാഡിക്ഷൻ, ലെറ്റ് √2 ഈസ് റാഷണൽ നമ്പർ. അപ്പോൾ √2നെ റാഷണൽ നമ്പറായിട്ട് എടുക്കാം. അപ്പോൾ √2 ഈക്വൽ ടു എന്താ? p by q ആണല്ലോ, വെർ q ഈസ് നോട്ട് ഈക്വൽ ടു 0. p
P and Q are co-primes. Co-primes, that is എന്താ P and Q have HCF only one. one HCF കിട്ടുന്നതാണ് co-primes. For example 7, 8 നമ്മൾ നോക്കിയാൽ അതിൻ്റെ HCF നമുക്ക് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ √2Q equals to P. Squaring both sides, രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q² equal to P²/2 കിട്ടും. അപ്പോൾ 2 divides P². P²നെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഡിവൈഡ് ചെയ്യുന്ന Pനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും തിയറം. അപ്പോൾ P/2 equal to C. Let's say it as C. അപ്പോൾ it implies that P equal to 2C. And √2Q equal to 2C. It implies that 2Q² equal to 4C². അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2Cനും √2Qനും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2Q² equal to 4C² കിട്ടും. അപ്പോൾ Q²/2 equal to എന്താ? C² ആണല്ലോ. അപ്പോൾ 2 divides Q². Q²നെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ Qനെയും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ Q/2 equal to D. It implies Q equal to 2D. അപ്പോൾ ഇവിടെ B equal to നമുക്ക് 2C ആണ്. Q equal to നമുക്ക് 2D ആണ്. സോ നമുക്കിവിടെ കോമൺ ആയിട്ട് കിട്ടുന്നത് എന്താ? 2 ആണല്ലോ. അപ്പോൾ P and Q cannot have 2 as common factor because P and Q are co-primes and HCF having 1. So this contradiction has arisen because of our incorrect assumption that √2 is rational. So we conclude that √2 is irrational. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടും എന്താ? √2 irrational ആണെന്ന്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ 9. Prove that √3 is irrational. √3 irrational ആണെന്ന് പ്രൂവ് ചെയ്യണം. Let us assume to the contrary that √3 is rational. അപ്പോൾ നമുക്ക് ആദ്യം √3നെ റാഷണൽ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? P/Q ഫോമിലാണല്ലോ വരിക. അപ്പോൾ √3 equal to P/Q. അപ്പോൾ 3 സ്ക്വയറിങ് ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 equal to P²/Q². That's equal to P² equal to 3Q². അപ്പോൾ അവിടെ എന്താ? 3 is a factor of P². അപ്പോൾ 3 should also divide P. P² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ Pനെയും 3 ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ P equal to 3M. Let's say it as M. അപ്പോൾ P² equal to 9M². 9M² equal to 3Q². അപ്പോൾ Q² equal to 9/3. M² equal to 3M² കിട്ടും. അപ്പോൾ 3 is a factor of Q². 3 Q²ൻ്റെ ഫാക്ടർ ആണല്ലോ. Qൻ്റെയും ഫാക്ടറാണ് 3. കോമൺ ഫാക്ടർ 3 ആൻഡ് P ആൻഡ് Q ആർ എ co-primes. അപ്പോൾ ഇവിടെ എന്താ? കോമൺ ഫാക്ടർ 3 ആണ്. അപ്പോൾ നമുക്ക് റാഷണൽ നമ്പർ ആവണമെങ്കിൽ അതിൻ്റെ കോമൺ ഫാക്ടർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. ബിക്കോസ് P ആൻഡ് Q ആർ co-primes എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇത് റാഷണൽ നമ്പർ അല്ല. This contradiction has arisen because of our incorrect assumption that √3 is rational. So we conclude that √3 is irrational. അടുത്തത് എക്സാമ്പിൾ 10. Show that 5 minus √3 is irrational. 5 minus √3 irrational ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യുക? Let us assume to the contrary that 5 minus √3 is rational. 5 minus √3നെ റാഷണൽ ആയിട്ട് എടുക്കുക. അപ്പോൾ 5 minus √3 എന്താവും? P/Q ഫോമിലാവും. 5 minus √3 equal to P/Q where Q is not equal to 0. അപ്പോൾ നമുക്ക് 5 minus P/Q equal to √3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 5 എന്താ? റാഷണൽ നമ്പറാണ്. P/Q അതും റാഷണൽ നമ്പറാണ്. അപ്പോൾ 5Q minus P/Q കിട്ടുമല്ലോ. അതും എന്താ? റാഷണൽ നമ്പറാണ്. അപ്പോൾ ഈക്വൽ ടു √3. √3 എന്താ? ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഇറാഷണൽ നമ്പർ ഒരിക്കലും റാഷണൽ നമ്പറിന് ഈക്വൽ ആയിരിക്കില്ല. റാഷണൽ നമ്പർ cannot be equal to irrational number. As rational number cannot be equal to irrational number, this contradiction has arisen due to our wrong assumption that 5 minus √3 is rational. It implies that 5 minus √3 is irrational. Show that 3√2 is irrational. 3√2 irrational ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക? Let us assume to the contrary that
3 root 2 is rational. 3 root 2 rational ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് 3 root 2 എങ്ങനെ കിട്ടും? is equal to p by q, where q is not equal to 0. p and q are co-primes, right? അപ്പോൾ co-primesന് HCF എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 3 root 2 we get equal to p by q. root 2 equal to p by 3q. അപ്പോൾ 3q റാഷണൽ നമ്പറാണ്, റൂട്ട് 2 ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഇവിടെ ഇറാഷണൽ നമ്പർ cannot be equal to rational number, right? As rational cannot be equal to irrational number, this contradiction has arisen due to our wrong assumption that 3 root 2 is rational. It implies that 3 root 2 is irrational. Exercise 1.3. First question. Prove that root 5 is irrational. root 5 irrational ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Let us assume to the contrary that root 5 is rational. root 5നെ rational ആയിട്ട് എടുക്കുക. അപ്പോൾ root 5 equal to എന്ത് കിട്ടും? p by q, where q is not equal to 0. p and q are co-primes, right? അപ്പോൾ നമുക്ക് now root 5q equal to p എന്ന് കിട്ടും. രണ്ട് സൈഡും സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? q square equal to p square by 5. 5 divides p. p-നെ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ p by 5 equal to m. Let's consider as m. അപ്പോൾ p equal to എന്ത് കിട്ടും? 5m കിട്ടും. അപ്പോൾ root 5q equal to root 5m കിട്ടും. 5q square equal to 25m square. q square equal to 5m square. It implies that q square by 5 equal to m square. It implies that 5 divides q square and 5 divides q also. q equal to 5p and p equal to 5q. അപ്പോൾ ഇവിടെ ഇത് റാഷണൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? അതിൻ്റെ HCF 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ ഇതാ 5 അല്ലേ? p and q are co-primes ആണെങ്കിൽ മാത്രമേ ഇത് റാഷണൽ ആയിരിക്കൂ. സോ the root 5 is irrational. അതുകൊണ്ട് this contradiction has arisen because of our incorrect assumption that root 5 is rational. So we conclude that root 5 is irrational. Question number 2. Prove that 3 plus 2 root 5 is irrational. 3 plus 2 root 5 irrational ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ let us assume to the contrary that 3 plus 2 root 5 is rational. അപ്പോൾ ഇതിനെ റാഷണൽ ആയിട്ട് എടുക്കുക. അപ്പോൾ 3 plus 2 root 5 എന്ത് കിട്ടും? ഈക്വൽ ടു p by q ആണല്ലോ. അപ്പോൾ 2 root 5 ഈക്വൽ ടു p by q minus 3. It implies that 2 root 5 equal to p minus 3q by q. അപ്പോൾ root 5 equal to എന്ത് കിട്ടും? p minus 3q by 2q ആണല്ലോ. അപ്പോൾ ഇവിടെ root 5 എന്താ? ഇറാഷണൽ ആണ്. p minus 3q by 2q എന്താ? ഇൻറ്റിജർ ആണ്. അപ്പോൾ അത് റാഷണൽ നമ്പറാണ്. So RHS root 5 equal to irrational and LHS p minus 3q by q is rational. So irrational cannot be equal to rational. This contradiction has arisen because of our incorrect assumption that 3 plus 2 root 5 is rational. So we conclude that 3 plus 2 root 5 is irrational. അപ്പോൾ irrational number ഒരിക്കലും റാഷണൽ നമ്പറിന് ഈക്വൽ ടു ആയിരിക്കില്ല. അതുകൊണ്ട് 3 plus 2 root 5 ഇറാഷണൽ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതേ മെത്തേഡിൽ തന്നെയാണ് തേർഡ് ക്വസ്റ്റ്യനും നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം.